ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കിടിലൻ മീൻകറിയാണ്. കണ്ടാൽ തന്നെ വായിൽ വെള്ളം ഊറുന്ന നിറവും കഴിച്ചാൽ മറക്കാൻ പറ്റാത്ത രുചിയുമാണ് ഈ കറിയുടെ പ്രത്യേകത. ഇതിലെ ഒരു ചെറിയ മസാലയാണ് കേട്ടോ രുചിയെ വേറെ ലെവലിലേക്ക് എത്തിക്കുന്നത്. വീട്ടിൽ ഒരിക്കലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ, എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ സമയം കളയാതെ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ഞാനിവിടെ മീൻകറി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നെത്തോലി മീനാണ് എടുത്തിരിക്കുന്നത്. 1/2 കിലോ മീനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഈ മീൻ വേണമെന്നൊന്നുമില്ല കേട്ടോ, നമുക്ക് ചെറിയ മീൻ ഏത് വെച്ചും ഇതുപോലെ അടിപൊളിയായിട്ട് കറി ഉണ്ടാക്കാം. ഇനി ഒരു മൺചട്ടി വെക്കാം കേട്ടോ. അപ്പോൾ മൺചട്ടിയാണല്ലോ മീൻകറിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ അടിപൊളി. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നമ്മൾ സാധാ ഏതിലാണ് കറി ഉണ്ടാക്കുന്നതെങ്കിൽ അതെടുത്തിട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളിയും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും എണ്ണയിലിട്ടിട്ട് ഒന്ന് മുപ്പിച്ചെടുക്കണം. പിന്നെ ഇതിലോട്ട് ആവശ്യമുള്ളത് ഒരു 15 അല്ലി നമ്മുടെ ചുവന്നുള്ളിയാണ് കേട്ടോ. പിന്നെ കറിവേപ്പിലയും കൂടി ചേർത്തി കൊടുക്കാം. ഇതും നമ്മുടെ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് വഴഞ്ഞ് കിട്ടണം. ഇതിൻ്റെ ആ പച്ചമണവും പൂർണ്ണമായി മാറി നല്ലൊരു മണവും ഇളം ഗോൾഡൻ നിറവും വരുമ്പോഴാണ് അടുത്ത ചേരുവകൾ ചേർക്കേണ്ടത്. ഇനി എരിവിനനുസരിച്ചിട്ട് 2 പച്ചമുളകും അതുപോലെ ഒരു വലിയൊരു തക്കാളിയും കൂടി കട്ടാക്കിയിട്ട് ചേർത്തി കൊടുക്കാം. എരിവ് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി വീണ്ടും നന്നായി വഴറ്റിയെടുക്കാം. ഈ വഴറ്റിയെടുക്കുന്നത് കാരണമാണ് കേട്ടോ നമ്മുടെ മീൻകറിയുടെ രുചി കൂടുതൽ മികച്ചതാവുക. ഇതാട്ടോ തക്കാളിയൊക്കെ നന്നായി വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് തണുക്കാൻ വെക്കാം. അതിനുശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാനുണ്ട്. ഈ അരപ്പ് എത്രത്തോളം മിനുസമുള്ളതാണോ അത്രയും രുചികരവും നല്ല ടേസ്റ്റും ആയിരിക്കും മീൻകറി. ഇനി അതവിടെ ഇരിക്കട്ടെ. ഇനി കുറച്ച് മസാലയും കൂടി പേസ്റ്റാക്കി എടുക്കാനുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 2.5 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടി എന്നിവ ചേർക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി കലക്കി ഒരു മിനുസമുള്ള പേസ്റ്റാക്കി എടുക്കാം. ഇങ്ങനെ പേസ്റ്റാക്കി ചേർക്കുമ്പോൾ മസാല നന്നായി വേവുകയും കറിയിൽ ഒരേപോലെ കലരുകയും ചെയ്യും. കൂടാതെ പൊടികളും പച്ചരുചിയും ഉണ്ടാകില്ല. അതിനുശേഷം നമ്മൾ വഴറ്റിയെടുത്ത നമ്മുടെ ചട്ടി ഉണ്ടല്ലോ, അതിലോട്ട് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലോട്ട് നമ്മൾ ഈ പേസ്റ്റാക്കിയ മസാലയും കൂടി നമുക്ക് ചെറുതായി ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. 1 മിനിറ്റോളം ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴാണ് ഞാൻ പെട്ടെന്ന് അടി പിടിക്കുകയും കരിയോ ഒന്നും ചെയ്യില്ല, പിന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും എന്നൊക്കെ പറഞ്ഞല്ലോ, അതിനാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി ആ ബൗളിലോട്ട് ലേശം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ചുവറ്റി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ചേർത്തിട്ട് നമുക്ക് നന്നായി പിഴിഞ്ഞെടുത്ത് അതിൻ്റെ വെള്ളം കൂടി ചേർത്തി കൊടുക്കാം. പിന്നെ വഴറ്റി വെച്ചത് നമ്മൾ അരച്ചെടുത്ത പേസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടി ചേർത്തി കൊടുത്ത് എത്രത്തോളം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ മീൻകറിക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം കൂടിയും ഒഴിച്ചു കൊടുക്കാം. പുളിയുടെ അളവ് മീനിൻ്റെയും നിങ്ങളുടെ രുചിയുടെയും അനുസരിച്ച് ക്രമീകരിക്കാം. പുളി ചേർന്നാലാണ് കറിക്ക് പ്രത്യേക സ്വാദും നല്ല ബാലൻസും ലഭിക്കുന്നത്. അതിനാൽ അളവ് ശ്രദ്ധിച്ച് ചേർക്കാൻ മറക്കരുത്. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്തിക്കൊടുത്ത് നന്നായി ഇതൊന്ന് തിളച്ചെടുക്കണം. അപ്പോൾ തിളക്കുന്നത് വരെ കാത്തിരിക്കാം. ഒന്ന് അടച്ച് വെച്ചിട്ട് തന്നെ നമുക്ക് ഒന്ന് കാത്തിരിക്കാം കേട്ടോ. ഒരു 2-3 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നന്നായിട്ട് തന്നെ തിളച്ച് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ മൂടി തുറന്ന് നോക്കുകയാണെങ്കിൽ ഇതാ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നന്നായി വൃത്തിയാക്കി കഴുകി വെച്ചിരിക്കുന്ന നെത്തോലി മീൻ ചേർക്കാം. നെത്തോലി മീൻ പെട്ടെന്ന് വെന്തു പോകുന്നതിനാൽ ചേർത്തതിന് ശേഷം അധികം ഇളക്കേണ്ടതില്ല. തീ കുറച്ച് വെച്ച് കുറച്ച് മിനിറ്റ് വേവിച്ചാൽ മസാലയുടെ രുചിയെല്ലാം മീനിലേക്ക് നന്നായി ഇറങ്ങും. ഒരു 5 മിനിറ്റോളം ഒന്ന് മൂടി വെച്ചിട്ട് തുറക്കാം. കണ്ടോ, മീനൊക്കെ നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി 1 മിനിറ്റും കൂടി വേണമെങ്കിൽ ഒന്ന് മൂടി വെക്കാം കേട്ടോ. എന്ന് വെച്ചാൽ ആ മീനൊക്കെ അതിൽ കടന്നിട്ട് ആ എണ്ണ കണ്ടോ കുറച്ചൊക്കെ ലേശം തെളിഞ്ഞ് വരുന്നുണ്ടല്ലോ, അതുവരെ നമുക്കിതാ ഒന്ന് റെഡിയാക്കാം. ഇനി കറിയുടെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് 2 ചേരുവ കൂടിയും ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം പെരുംജീരകത്തിൻ്റെ പൊടിയും ചേർക്കാം. പിന്നെ നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയോടും ചേർത്തി കൊടുത്തിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂറോളം നമുക്ക് ഒന്നിങ്ങനെ സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് മൂടി വെക്കാം കേട്ടോ. ഇതാ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് തുറന്നപ്പോൾ അടിപൊളിയാണ് കേട്ടോ. അയ്യോ, ഇതിൻ്റെ മണം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. മസാലയുടെ കിടിലൻ സുഗന്ധവും നെത്തോലി മീനിൻ്റെ രുചിയും ചേർന്നാൽ ആരായാലും ഒന്ന് രുചിച്ച് നോക്കണമെന്ന് തോന്നും. അങ്ങനെ വളരെ രുചികരമായ നമ്മുടെ നെത്തോലി മീൻകറി റെഡി ആയിട്ടുണ്ട്. നല്ല കുറുകിയ ഗ്രേവിയും മസാലയും നന്നായി പിടിച്ച നെത്തോലി മീനും ഇതിൻ്റെ മനോഹരമായ മണവും ഈ കറിയെ കൂടുതൽ സ്പെഷ്യലാക്കുന്നു.
ചോറിനോടും ചപ്പാത്തിയോടും പത്തിരിയോടും അപ്പത്തോടും ഇടിയപ്പത്തോടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കോമ്പിനേഷനാണിത്. വീട്ടിൽ ഒരിക്കൽ ഈ രീതിയിൽ തയ്യാറാക്കി നോക്കൂ. നിങ്ങളുടെ വീട്ടുകാർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കിയ ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഷെയറും ചെയ്യൂ. ഇനിയും ഇത്തരത്തിലുള്ള എളുപ്പവും രുചികരവുമായ റെസിപ്പികൾക്കായിട്ട് ഇറ്റ്സ് മിയാസി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി അമർത്തൂ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ മറ്റൊരു കിടിലൻ റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും സേഫ് ആയിരിക്കുക, ഹാപ്പി ആയിരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.